ഓക്കെ, നൗ അപ്പൊ ഗാമ സാറ്റ് ഇവിടെ എന്തായി മാറി? ഇപ്പം ഇവിടെ കെ ഇത് 0 ആയതുകൊണ്ട് 5 is equal to 0, k 1 ആയതുകൊണ്ട് ഇത് രണ്ടും കൂടെ സിഗ്മ വി വിച്ച് ഈസ് ഈക്വൽ ടു ഗാമ സാറ്റ് ഇൻറ്റു എച്ച്. ഒരൊറ്റ ലെയർ ആയതുകൊണ്ട് ഗാമ സാറ്റ് ഇൻറ്റു എച്ച്. സോ ഫസ്റ്റ് വൺ ഡെപ്ത് ഓഫ് ടെൻഷൻ ക്രാക്ക്. ഡെപ്ത് ഓഫ് ടെൻഷൻ ക്രാക്ക് എന്താ? ഈ സിഗ്മ എച്ച് 0 ആവുന്നതാണ് ഡെപ്ത് ഓഫ് ടെൻഷൻ ക്രാക്ക് എന്ന് പറയുന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു ഗാമ സാച്ചുറേറ്റഡ് ഇൻറ്റു എത്ര എച്ച് നമുക്ക് അറിയത്തില്ല, എവിടെയോ ആണ് ടെൻഷൻ ക്രാക്ക് ഡെവലപ്പ് ചെയ്യുന്നത്, അത് ഇസഡ് സി, ക്രാക്ക് ഉണ്ടാവുന്ന ഇസഡ് സി മൈനസ് 2c ഈസ് ഈക്വൽ ടു 0. മൈനസ് 2c ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇസഡ് സി എന്താ? നമുക്ക് ഓൾറെഡി ഫോർമുല അറിയാം, ബട്ട് സ്റ്റിൽ ഞാൻ ഒന്നുകൂടെ എഴുതി കാണിച്ചതേ ഉള്ളൂ. ഗാമ സാറ്റ്. ഓക്കെ, ഗാമ സാറ്റ്. സോ 2 ഇൻറ്റു സി ഈസ് 35 ബൈ ഗാമ സാറ്റ് തന്നിട്ടുണ്ട് 17. സോ ഇത് കട്ട് ചെയ്യാം. നോ അല്ലല്ലോ, 34 അല്ലല്ലോ. ഓക്കെ, ആൻസർ പറഞ്ഞോ. 70/17. 4.12 മീറ്റർ. ഓക്കെ, ഇത് ഞാൻ അല്ലാത്ത രീതി ചെയ്തതും ഞാൻ അയച്ചു തരാം. സോ ഇത് അത് ചെയ്തു വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത് നമുക്ക് അങ്ങനെ ചെയ്യേണ്ടതില്ല, ഗാമ സാറ്റ് തന്നെ ഡയറക്റ്റ് എടുക്കാം. ഓക്കെ, 4.12 മനസ്സിലായല്ലോ ഇതെങ്ങനെയാ ചെയ്യുന്നതെന്ന്? ഡൗട്ട് ഉണ്ടോ? ഇതൊന്നുകൂടെ പറയണോ? അതായത് നമ്മളുടെ മെറ്റേ സംഭവത്തിൽ സിഗ്മ നിങ്ങൾ എപ്പോഴും മനസ്സിലായില്ല. ഓക്കെ, അതായത് നമുക്ക് സിഗ്മ എച്ച് ഈസ് ഈക്വൽ ടു കെ എ സിഗ്മ വി ബാർ, ഈ ഫോർമുല കിട്ടിയത് മനസ്സിലായോ? അതായത് വെള്ളമുള്ള കേസിൽ നമ്മൾ എന്ത് ചെയ്യും? കെ എ സിഗ്മ വി ബാർ മൈനസ് 2c റൂട്ട് കെ എ പ്ലസ് വെള്ളത്തിന്റെയും കൂടെ ചെയ്യും. ഓക്കെ, പക്ഷേ 5 0 ആകുമ്പോൾ കെ എ എന്തായി മാറും? 1 ആയി മാറും. ഓക്കെ, 5 0 ആകുമ്പം കെ 1, ബിക്കോസ് 1 മൈനസ് സൈൻ 5 ബൈ 1 പ്ലസ് സൈൻ 5, അത് കെ 1 ആയി മാറും. ഓക്കെ, അപ്പൊ സിഗ്മ എച്ച് കെ 1 ആണ്. അപ്പൊ സിഗ്മ എച്ച് എന്തായി മാറും? സിഗ്മ വി ബാർ മൈനസ് 2c റൂട്ട് കെ അഗെയിൻ 1 പ്ലസ് ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച് ഡബ്ല്യു. ഈ കേസിൽ ഇതാ വേറെ ഒരു ലെയറും ഇല്ല. ഈ ഫുൾ ലെയർ നോക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ സിഗ്മ വി ബാർ എന്ന് പറഞ്ഞേ, സിഗ്മ വി ബാർ എങ്ങനെ കിട്ടും? ഗാമ ഡാഷ് ഇൻറ്റു എച്ച്, ഗാമ ഡാഷ് ഇൻറ്റു എച്ച് അല്ലേ സിഗ്മ വി ബാർ. ഇനി വാട്ട് ഈസ് ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച് ഡബ്ല്യു പ്ലസ് ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച് ഡബ്ല്യു എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ എച്ചാ, ഫുൾ എടുത്തും വെള്ളമുണ്ട്. അപ്പൊ ഗാമ ഡാഷും ഗാമ ഡബ്ല്യൂയും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഗാമ സാച്ചുറേറ്റഡ് ഇൻറ്റു എച്ച് ആയില്ലേ? ഗാമ സാച്ചുറേറ്റഡ് ഇൻറ്റു എച്ച് ആയില്ലേ? അതുകൊണ്ട് ഈ ഫോർമുല എനിക്ക് ഗാമ സാച്ചുറേറ്റഡ് ഇൻറ്റു എച്ച് മൈനസ് 2c എന്ന് എഴുതാം. മൈനസ് 2c എന്ന് എഴുതാം. കാരണം സിഗ്മ വി ബാറും ഈ ഒരു വെള്ളത്തിന്റെയും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് അത് ഗാമ സാറ്റ് ഇൻറ്റു എച്ച് ആയി മൈനസ് 2c. അപ്പൊ ക്വസ്റ്റ്യനിൽ 5 0 ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ചെയ്തു വെക്കോ. ഈ ഒരു സംഭവം വെച്ച് തന്നെ ചെയ്തു വെക്കോ. ഞാൻ അങ്ങനെ ചെയ്തിട്ടാ നിങ്ങൾക്ക് വേറെ PDF അയച്ചു തരും. ഇപ്പൊ നിങ്ങളുടെ അസൈൻമെന്റ് ക്വസ്റ്റ്യൻ ചെയ്തതിന്റെ അതിൽ ഞാൻ അങ്ങനെയാണ് ചെയ്തു വന്നത്. അങ്ങനെ ചെയ്തു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ സെപ്പറേറ്റ് എടുക്കണ്ട, ഇത് ഒരുമിച്ച് അങ്ങ് എടുത്താലും നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ള. ഓക്കെ, അത് എപ്പോഴേ പറ്റൂ? 5 0 ആയി കെ 1 ആവുമ്പോൾ മാത്രമേ അങ്ങനെ എടുക്കാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ മുമ്പേ ചെയ്ത പോലെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ എടുക്കണം കെ ഉണ്ടെങ്കിൽ. ഓക്കെ, ഇപ്പൊ മനസ്സിലായോ നിലേഷ്? മനസ്സിലായി. ഓക്കെ, ഇത് ഡയറക്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ പറ്റുമോ? ഇപ്പൊ 5 = 0 k = 1 ആണെങ്കിൽ കണ്ടീഷൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞു. ഡയറക്റ്റ് ഇട്ട് കൊടുക്കാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സിഗ്മ എച്ച് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എന്ന് വേണ്ട, ഗാമ ഇത് വേണമെങ്കിൽ എഴുതിക്കോ, ഇങ്ങനെ എഴുതിക്കോ നിങ്ങൾ. 5 = 0 കെ = 1 ആണെങ്കിൽ സിഗ്മ എച്ച് ഈസ് ഈക്വൽ ടു ഗാമ സാറ്റ് ഇൻറ്റു എച്ച് മൈനസ് 2c എന്ന് വേണമെങ്കിൽ എഴുതിക്കോ. ഓക്കെ, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ എഴുതിയിട്ട് വന്നാലും മതി, ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ, യൂഷ്വലി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പല പ്രോബ്ലംസ് നോക്കിയപ്പോൾ അവർ ഡയറക്റ്റ് ഇങ്ങനെ അങ്ങ് എടുത്ത് ഈ ഒരു സ്റ്റെപ്പ് ഗാമ സാറ്റ് ഇട്ട് തന്നെ അങ്ങ് ചെയ്തു. പക്ഷെ എനിക്കത് ഒരു കൺഫ്യൂഷൻ, എന്താ അങ്ങനെ ഗാമ സാറ്റ് വന്നേന്ന്. അപ്പൊ ഞാൻ ഫുൾ ഡിറൈവ് ചെയ്ത് നോക്കിയപ്പോൾ ഈ ഗാമ സാറ്റ് തന്നെ വരുന്നത്. ബട്ട് ഒരേ ഒരു കണ്ടീഷൻ, ഇതാവുമ്പോൾ മാത്രമേ ഉള്ളൂ ഗാമ സാറ്റ് വരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് തന്നെ ചെയ്തു വരണം. സോ സിഗ്മ എച്ച് ഈസ് ഈക്വൽ ടു 0. അപ്പൊ ഗാമ സാറ്റ് ഇൻറ്റു ഏതോ ഒരു ഡെപ്തിലാണ് അത് 0 ആകുന്നത്. വി ഡോണ്ട് നോ ദാറ്റ് ഡെപ്ത്. അതിനതുകൊണ്ട് ഫുൾ എച്ച് ഇട്ട് കൊടുക്കരുത്. എന്ത് ചെയ്യണം? ഏതോ ഒരു ഡെപ്ത്. സോ ദാറ്റ് ഈസ് അവർ ഡെപ്ത് ഓഫ് ടെൻഷൻ ക്രാക്ക് മൈനസ് 2c ഈസ് ഈക്വൽ ടു 0. ഓക്കെ, സോ ഇസഡ് സി എന്താ? 2c ബൈ ഗാമ സാറ്റ്.
2 into C 35 by gamma sat 17 which is equal to 4.12. ഓക്കെ, വേറെ കാര്യം ഞാൻ പറയട്ടെ, സി ചിലപ്പം ക്വസ്റ്റ്യനിൽ തരത്തില്ല. അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ QU ആയിരിക്കും തരുന്നത്. QU ആണെങ്കിൽ സി എങ്ങനെ കണ്ടുപിടിക്കും? QU by 2. ഓക്കെ, ഏതാ ഇത്? കംപ്രസീവ് സ്ട്രെങ്ത്. അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത് ആ തരുന്നതെങ്കിൽ സി എന്ന് പറയുന്നത് അതിന്റെ പകുതി. അതേസമയം അൺകൺഫൈൻഡ് ഷിയർ സ്ട്രെങ്ത് ആ തരുന്നെങ്കിൽ സി അത് തന്നെ ആയിരിക്കും. അൺകൺഫൈൻഡ് ഷിയർ സ്ട്രെങ്ത് ആണെങ്കിൽ സി അത് തന്നെ ആയിരിക്കും. അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത് ആണെങ്കിൽ സി എന്ന് പറയുന്നത് അതിന്റെ പകുതിയുമായിരിക്കും. ഇത് മറന്നു പോകരുത്. ഓക്കെ, അപ്പൊ ZC കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്തുവാ? The total active thrust against the wall and its point of application if cracks are formed in the tension zone. അപ്പം ടെൻഷൻ സോണിൽ cracks ഉണ്ടായി കഴിഞ്ഞു. So after the formation of crack ആണ്. After the formation of crack. After the formation of crack ആകുമ്പോൾ പ്രത്യേകത എന്താ? നമുക്ക് ഈ ഒരു സംഭവത്തില് ഇതാണ് അതിന്റെ ഡയഗ്രാം. ഡയഗ്രത്തില് ഇത്രയും ഭാഗത്ത് മാത്രം മതി. ഇത്രയും ഭാഗത്ത് മാത്രം മതി. ഓക്കെ, ഇപ്പൊ ടെൻഷൻ ക്രാക്ക് എവിടെ ഉണ്ടാവുന്നത് നമ്മൾ കണ്ടുപിടിച്ചു. ടെൻഷൻ ക്രാക്ക് എവിടെ ഉണ്ടാകുന്നത്? 4.12 മീറ്ററിലാണ് ഉണ്ടാകുന്നത്. 4.12 മീറ്ററിലാണ് ഉണ്ടാകുന്നത്. ആൻഡ് ഇവിടുത്തെ ഫോർമുല എന്തുവാ? എനി ഡെപ്തിലെ ഫോർമുലയാണ് എന്ത്? ഗാമ സാറ്റ് ഇൻറ്റു ZC മൈനസ് 2C. അല്ല, ZC അല്ല, ഗാമ സാറ്റ് ഇൻറ്റു Z. സോ എനി ഡെപ്തിലെ സിഗ്മ എച്ചിന്റെ ഫോർമുലയാണ് ഗാമ സാറ്റ് ഇൻറ്റു H മൈനസ് 2C എന്നുള്ളത്. ഏത് ഡെപ്ത് ആയാലും അവിടെ ഒരു കറസ്പോണ്ടിങ് H ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ സിഗ്മ എച്ച് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇവിടുത്തെ ഏറ്റവും മേളത്തെ ആകുമ്പോൾ വെറും മൈനസ് 2C ഉള്ളൂ. താഴെ ആകുമ്പോഴത്തേക്ക് ഗാമ സാറ്റ് ഇൻറ്റു H മൈനസ് 2C which is equal to 17 into H is total height is 6 meter. 6 meter, total height is 6 meter minus 2 into C is 35. Okay, so അത് എത്ര കിട്ടി? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഏതെങ്കിലും ഒരു പോയിന്റ് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ പറയാം. തേർട്ടി ടു ആണ് കിട്ടിയേ. നിങ്ങൾ ഇത് എക്സ്പാൻഡ് ചെയ്ത് വേണമെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കിക്കോ. ഞാൻ ചെയ്തത് അയച്ചു തരാം. ആ ചെയ്തത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ടും ഒരേ ആൻസർ തന്നെ കിട്ടിക്കോളൂ. ഓക്കെ, സോ ആൻസർ കിട്ടി. ഇപ്പൊ ആഫ്റ്റർ ദ ഫോർമേഷൻ ഓഫ് ഇതായതുകൊണ്ട് ഇത് മാത്രം മതി. സോ വാട്ട് വിൽ ബി പി ദെൻ? പി എ എന്തായിരിക്കും? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. വാട്ട് ഈസ് ബേസ് ഹിയർ? 32. ഇത് ഇത്രയും ബേസ് 32. ഓക്കെ, ഹൈറ്റ് എന്ത് വരും? ഹൈറ്റ് എന്ത് വരും? ആര് പറയും? ജിബി വന്നിട്ടുണ്ടോ? ആ ജിബി, ഹൈറ്റ് എന്ത് വരും? മൊത്തത്തിൽ 6. ഇവിടെ കൊടുക്കേണ്ട ഹൈറ്റ് എന്ത് വരും? ആഫ്റ്റർ ദ ഫോർമേഷൻ ഓഫ് ടെൻഷൻ ക്രാക്ക്. അപ്പൊ നമുക്ക് ഹൈറ്റ് എത്ര കൊടുക്കണം? സ്വാതി? 6 minus 4.12. അതെ, 6 മൈനസ്. സോ ആഫ്റ്റർ ദ ഫോർമേഷൻ ആകുമ്പോൾ ഇങ്ങനെ. അതേസമയം ബിഫോർ ദ ഫോർമേഷൻ ആണെങ്കിൽ നിങ്ങൾ ഇത് പോസിറ്റീവായിട്ടും ഇത് നെഗറ്റീവായിട്ടും കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇതിൽ നിന്ന് ഇത് കുറയ്ക്കണം. അങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ ഇപ്പൊ ആഫ്റ്റർ ആയതുകൊണ്ട് താഴത്തെ മാത്രം മതി. സോ ദിസ് വിൽ ബി 30.08. Yeah, 30.08. Okay, 30.08. മനസ്സിലായോ? Then അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ബി ദ ഡെപ്ത് ഓഫ് ടെൻഷൻ ക്രാക്ക്? ഇനി അടുത്തത് ഒന്നുകൂടെ ടെൻഷൻ ക്രാക്കിനെ കണ്ടുപിടിക്കണം. ഇഫ് ദർ ഇസ് എ സർചാർജ് ഉണ്ടെങ്കിൽ ഇനി ഇതിന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന്. ഓക്കെ, സർചാർജ് ഉണ്ടെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കും? അപ്പൊ ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കുന്നത് നേരത്തെ 4.12 എങ്ങനെ വന്നു? 4.12 ഇത് ടെൻഷൻ ക്രാക്കിന് നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ചു വെച്ചു. കണ്ടീഷൻ ഒന്നും മാറുന്നില്ല, അതുകൊണ്ടാ കേട്ടോ. ഇനിയിപ്പോ നമ്മൾ കണ്ടീഷൻ മാറി, സർചാർജും കൂടെ വന്നു, അപ്പോഴുള്ള ടെൻഷൻ ക്രാക്ക് എന്തുവാണ്? ഓക്കെ, സർചാർജും കൂടെ വന്നു. സോ ലെറ്റ് us go back to our formula. സിഗ്മ എച്ച് ഈസ് ഈക്വൽ ടു
കെ എ സിഗ്മ വി ബാർ മൈനസ് 2c റൂട്ട് കെ എ. വെള്ളമില്ലല്ലോ, അപ്പൊ വെള്ളത്തിന്റെ ടേം വേണ്ട. സോറി, വെള്ളം ഉണ്ട് ഇവിടെ, ഗാമ ഡബ്ല്യു എച്ച് ഡബ്ല്യു. ഇനി ഇവിടെ കെ എ 1 ആണ്, അതുകൊണ്ട് സിഗ്മ വി ബാർ. ഞാൻ ഈ ഗാമ ഡബ്ല്യു എച്ച് ഡബ്ല്യു ഞാൻ ഒന്നുകൂടി ഇത് റിപ്പീറ്റ് ചെയ്യുന്നത് മുമ്പേ കിട്ടാത്തവർക്ക് കിട്ടാൻ വേണ്ടി. 2c കാരണം ഇവിടെ കെ എ ഇസ് ഈക്വൽ ടു 1. ഇനി സിഗ്മ വി ബാർ എന്ന് പറഞ്ഞാൽ എന്തോ, ഇവിടെ സർചാർജ് വന്നു കഴിഞ്ഞാൽ Q0 അതേപോലെ പ്ലസ് ഗാമ ഡാഷ് ഇൻറ്റു, മൊത്തം ഒരേ ലെയർ ആയതുകൊണ്ട് എനിക്ക് എച്ച് എന്ന് തന്നെ വിളിക്കാം, പ്ലസ് ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച് തന്നെ, ഫുള്ളിലും വെള്ളമുണ്ട്, മൈനസ് 2c വിച്ച് ഈസ് ഈക്വൽ ടു Q0 പ്ലസ് ഗാമ സാറ്റ്, ഗാമ ഡബ്ല്യുവും ഗാമ ഡാഷും കൂടെ ഗാമ സാറ്റ് ഇൻറ്റു എച്ച് മൈനസ് 2c. ഓക്കെ, ഇതാണ് സിഗ്മ എച്ചിന്റെ നമ്മളുടെ ഫോർമുല. ഓക്കെ, ഇനി സിഗ്മ എച്ച് 0 ആകുന്നതാണ് ടെൻഷൻ ക്രാക്ക്. സോ 0 ഈസ് ഈക്വൽ ടു Q0ക്ക് ഹൈറ്റ് ഡിപ്പെൻഡന്റ് ഇല്ല, Q0 അതേപോലെ തന്നെ. ഗാമ സാറ്റിന്റെ കൂടെ ടെൻഷൻ ക്രാക്ക് എവിടെ വരുന്നത് നമുക്ക് അറിയുന്നില്ല. സോ ലെറ്റസ് പുട്ട് ഇറ്റ് as ZC മൈനസ് 2c. ഇനി നിങ്ങൾ ZC ഒന്ന് കണ്ടുപിടിച്ച്, അതായത് സർചാർജും കൂടെ വന്നു കഴിഞ്ഞാൽ എന്താകും നമ്മുടെ പുതിയ ZC. സോ ബേസിക്കലി നിങ്ങൾ എന്ത് ചെയ്യും, ഫോർമുല മാത്രമല്ല അതിന്റെ പിന്നിൽ നടക്കുന്ന കാര്യം കൂടെ പഠിച്ചു വെക്കണം, അല്ലെങ്കിൽ ആൾക്കാർ മാറുന്നതനുസരിച്ച് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ എന്ത് കിട്ടി ZC? സർചാർജും കൂടെ വന്നു കഴിഞ്ഞാൽ Q0 എന്ന് പറയുന്ന പുതിയ സർചാർജ് ഈസ് ഈക്വൽ ടു 30 kPa ആണ്, 30 കിലോ ന്യൂട്ടൺ ആണ് നമ്മുടെ സർചാർജ്. ഗാമ സാച്ചുറേറ്റഡ് 17 into ZC minus 2 into 35 which is equal to 30 plus 17 ZC minus 70. ZC എന്ന് പറയുന്നത് 40/17. ഇത് രണ്ട് -40 വരും, -40 അപ്പുറത്ത് പോയി, അപ്പൊ 40/17 വന്നു. ഇപ്പൊ 2.36 വരുമോ നോക്കാം. 2.36. ഓക്കെ, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഗേൾസ് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? 2.36. ചോദ്യം തീർന്നിട്ടില്ല. വാട്ട് വിൽ ബി ദ പൊസിഷൻ ഓഫ് ദ ടോട്ടൽ ആക്റ്റീവ് ത്രസ്റ്റ് എന്നാ. ഓക്കെ, അപ്പോൾ ആദ്യം ഡെപ്ത് ഓഫ് ടെൻഷൻ ക്രാക്ക് കണ്ടുപിടിച്ചു. ഇനിയും നമ്മൾ ആക്റ്റീവ് ത്രസ്റ്റ്, ടെൻഷൻ ക്രാക്ക് ഉണ്ടായതിനു ശേഷമുള്ള ആക്റ്റീവ് ത്രസ്റ്റും അതിന്റെ ഇനി ഇവിടെ ഒരു കാര്യം നമ്മൾ പറയാൻ വിട്ടുപോയി. ഇസഡ് ബാർ എന്തുമായിരിക്കും? നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ അല്ലേ കൺസിഡർ ചെയ്യുന്നത്. സോ ട്രയാങ്കിൾ ആയതുകൊണ്ട് ഇസഡ് ബാർ വിൽ ബി ആ ട്രയാങ്കിളിന്റെ ഇപ്പൊ ഇത് 6 minus 4.12 എന്താ? 6 minus 4.12 1.88. അതായത് ഇത് ഇത്രയും 1.88 ആ. അപ്പൊ 1.88ന്റെ 1/3 ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ മാത്രം മതി. 0.63 മീറ്റർ ഫ്രം ബേസ്. മനസ്സിലായോ? ആ ട്രയാങ്കിൾ മാത്രം മതി. ഇനിയും ഈ ഇതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെ കണ്ടുപിടിച്ചാൽ നിങ്ങൾ ടെൻഷൻ ക്രാക്ക് ഇതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, അതായത് മുകളിലത്തെയും കൂടെ ഉണ്ട്, അപ്പൊ നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇതെല്ലാം ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നു, ഇത് ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നു, അപ്പൊ ആ ഒരു മൈനസ് എടുക്കണം. അതായത് നിങ്ങൾ ഇസഡ് ബാർ കണ്ടുപിടിക്കുമ്പോൾ ഇത് 1 ഇത് 2 ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ P1 into Z1 മൈനസ് P2, കാരണം മൊമെന്റാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഇതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ട്, ലൈനിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ട്, ബൈ ടോട്ടൽ P, അങ്ങനെ വേണം എടുക്കാൻ. ഓക്കെ, അത് മനസ്സിലായോ ഞാൻ പറഞ്ഞത്? പേജ് തീർന്നല്ലോ. ഇനി അടുത്ത നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത് ഇഫ് ദ ക്യാരീസ് എ യൂണിഫോം. സോ അതിൻ്റെത് ഞാൻ വേറൊരെണ്ണത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. സോ അത് കാണിച്ചു തരാം. അതായത് ഇപ്പൊ 2.36 വരെ നമ്മൾ ഇതിൽ ചെയ്തു വെച്ചു. 2.36 വരെ കണ്ടുപിടിച്ചത് ഇതിലുണ്ട്. ദെൻ നോക്ക്, 2.36 വരെ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഇതിന്റെ ഫോഴ്സ് കണ്ടുപിടിക്കാം. ഫോഴ്സ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഓരോരുത്തരുടെയും ഡെപ്ത് ഓഫ് ടെൻഷൻ ക്രാക്ക് കണ്ടുപിടിച്ചു. ഓരോരുത്തരുടെയും ഇത് വേണം. നമുക്ക് ആ ഡയഗ്രാം വരയ്ക്കുന്നതിന് മുമ്പ് സംഭവം വേണം. സോ ഡയഗ്രാം വരയ്ക്കുന്നതിന് മുമ്പ് എങ്ങനെ ചെയ്യുന്നത്? മേളില് സർചാർജ് ലോഡ് ഉണ്ട് 30 kPa.
BB ഞാൻ എന്ത് ഇവിടെ വരച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻഷൻ ക്രാക്ക് ഡെവലപ്പ് ചെയ്യുന്നതാണ് BB. ടെൻഷൻ ക്രാക്ക് ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു പോയിന്റ് ആണ് BB. ഇപ്പൊ ടെൻഷൻ ക്രാക്ക് എവിടം വരെ ഉണ്ട്? 2.36 വരെ ടെൻഷൻ ക്രാക്ക് ഉണ്ട്. ഓക്കെ, 2.36 വരെ ടെൻഷൻ ക്രാക്ക് ഉണ്ട്. സോ ഇനി ഓരോരോ പോയിന്റ് നോക്കാം. എ പോയിന്റിൽ സർചാർജ് ഉണ്ട്. therefore എന്താണ് അനഘ? സർചാർജ് ഉണ്ടായതുകൊണ്ട് അവിടെ 30 kPa ഉണ്ട്. അവിടെ 0 ഇടരുത്. ഇനി അടുത്ത ഹൊറിസോണ്ടൽ എന്ന് പറയുമ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും? Ka into sigma V bar minus 2C root Ka. Ka into sigma V bar minus 2C root Ka. ഇവിടെ ഞാൻ വെള്ളവും ഇത് സെപ്പറേറ്റ് ആ കണ്ടുപിടിച്ചത്. നിങ്ങൾക്ക് വെള്ളം ഇല്ലാതെ തന്നെ ഇവിടുത്തെ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ ഗാമ സാറ്റും അതൊന്നും ഇല്ല. Ka into ആര് മാത്രമേ ഉള്ളൂ? Q0 ഗാമ ഇതൊന്നും ഇല്ല. K into minus 2C root K. ഇവ രണ്ടുപേരും 1 ആണ്. ഇവിടെ രണ്ടുപേരും 1 ആണ്. സോ Q0 minus 2C. Q0 minus 2C. Q0 എന്ന് പറയുന്നത് 30യും 2 into C which is equal to 2 into 35. അത് 17. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടി? -40. ഡൗട്ട് ഉള്ളവർ ചോദിക്കണം, ഞാൻ പറഞ്ഞുതരാം ഒന്നുകൂടെ. ഇത് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആ. ഓക്കെ, 30 minus 70. ഇനി അടുത്ത BB പോയിന്റിൽ എന്തെങ്കിലും പ്രഷർ ഉണ്ടോ? ഇല്ല. ഡെപ്ത് ഓഫ് ടെൻഷൻ ക്രാക്ക് നമ്മുടെ ഈ ഡയഗ്രാം വരുമ്പോൾ ഇങ്ങനെ പോകുന്നിടത്ത് ഈ സാധനമാണ് 0. ഇവിടെ ഉള്ള പോയിന്റ് ആണ് -40. ഓക്കെ, അതെങ്ങനെ കിട്ടി? Ka into sigma V bar minus 2C root Ka. Ka ഇവിടെ 1 ആയതുകൊണ്ട് sigma V bar minus 2C ഉള്ളൂ. ഇവിടെ സിഗ്മ ആകെ സർചാർജിന്റെ ഉള്ളൂ, വേറൊന്നിന്റെ ഇല്ല. സോ 30 minus 2 into 35 70. ഓക്കെ, ഇനി CC പോയിന്റിലേക്ക് വരാം. CC പോയിന്റിലേക്ക് വരുമ്പോ എന്താണ് അവിടുത്തെ? CC പോയിന്റിലേക്ക് വരുമ്പോ എന്താണ് അവിടുത്തെ നമ്മളുടെ BB ഒന്നും കൂടെ പയ്യെ പറയാം. BBയോ? എടാ BBയില് ഇതില്ല. BBയില് സിഗ്മ V ബാർ കണ്ടുപിടിച്ചിട്ടും കാര്യമില്ല. കാരണം അവിടെ എന്താണ് ടെൻഷൻ ക്രാക്ക് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് പറയുമ്പോഴേ എന്തുവാ അവിടെ പ്രഷർ ഇല്ല. നമ്മള് ആക്റ്റീവ് പ്രഷറിന്റെ കേസിലത്തെ ഡയഗ്രം ഓർമ്മയില്ലേ? ഇങ്ങനെ, അതായത് ഒരു നെഗറ്റീവ് പ്രഷർ ഇവിടെ ഡെവലപ്പ് ചെയ്യും, ടെൻഷൻ പ്രഷർ ഇവിടെ ഡെവലപ്പ് ചെയ്യും, താഴെ കംപ്രഷൻ ഡെവലപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ ഒരു പോയിന്റ് ആണ് ടെൻഷൻ ക്രാക്കിന്റെ അത്രയും ഡെപ്ത് ZC. അപ്പൊ അവിടെ ഇല്ല. അപ്പൊ ആ ഒരു പോയിന്റ് കാണിക്കാൻ വേണ്ടി ഞാൻ BB എന്ന് പറഞ്ഞൊരു സംഭവം എടുത്തതേ ഉള്ളൂ. അല്ലാണ്ട് ഇവിടെ ലെയറിംഗ് ഒന്നും ഇല്ല. ഇവിടെ ലെയറേ ഇല്ല. നമുക്ക് ഫുൾ ഒരു 6 മീറ്റർ ഡെപ്തിലുള്ള സോയിൽ സർചാർജ്, ഈ ഒരു കണ്ടീഷനേ ഉള്ളൂ. വെള്ളം ഇവിടം വരെ ഉണ്ട്, ഈ ഒരു കണ്ടീഷനേ ഉള്ളൂ. വേറെ ഒരു ലെയറും ഇല്ല. പക്ഷെ ഈ ഒരു പോയിന്റ് ഞാൻ എക്സ്ട്രാ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടാണ് 0 വരുന്നത്. ഈ ഒരു 0 വരുന്നത് ഈ BB പോയിന്റിൽ. അതൊന്ന് പറയാൻ വേണ്ടി എടുത്തു പറഞ്ഞതേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ വരയ്ക്കുമ്പോൾ -40 അല്ലെങ്കിൽ -40 ഇവിടെയും വരച്ച് ഇങ്ങനെ പോയാൽ മതി. ഏറ്റവും താഴത്തെ പോയിന്റ് പ്ലസ് സംതിങ്ങും വരും. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ -40 ഇവിടെ ഇത് രണ്ടുപേരും കൂടെ ജോയിൻ ചെയ്ത് ഒരു വര വരയ്ക്കുമ്പോൾ എവിടെയോ ഒരു പോയിന്റ് 0 ആകത്തില്ലേ? അതാണ് നമ്മൾ മുമ്പേ കണ്ടുപിടിച്ച ZC. ഇതിന് തൊട്ട് മുമ്പ് കണ്ടുപിടിച്ചില്ലേ ആ ZC? മനസ്സിലായോ? ഓക്കെ, അപ്പൊ അത് കിട്ടി. BB പോയിന്റ് കഴിഞ്ഞു. ഇനി CC പോയിന്റ് എന്താ? CC പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മ V ബാർ ആദ്യം കണ്ടുപിടിക്കാം. സിഗ്മ V ബാർ എന്തുവാ? മൊത്തത്തിൽ സർചാർജ് ഉണ്ട്, ആ 30 ഉണ്ട്. ഇനി അടുത്ത മൊത്തത്തിൽ വെള്ളമുണ്ട് ഗാമ ഡാഷ് ഇൻറ്റു H. ഓക്കെ, അപ്പൊ 30 പ്ലസ് ഗാമ ഡാഷ് ഇവിടെ 17 ആണ് ഗാമ സാച്ചുറേറ്റഡ്, -7 എടുക്കുമ്പോൾ 10. ഓക്കെ, -10 എടുക്കുമ്പോൾ 7 -10 എടുക്കും. അതായത് ഗാമ സാറ്റ് 17, ഗാമ W 10, അപ്പം കിട്ടുന്നത് 7. സോ 7 into H എന്ന് പറയുന്നത് 6. ഓക്കെ, അതാണ് 72. അതാണ് നമ്മളുടെ 72. സോ 30 പ്ലസ് ഗാമ ഡാഷ് ഇൻറ്റു 6, അതാണ് നമ്മളുടെ 72. ഇനി നമ്മുടെ ഫോർമുലയിലേക്ക് വരാം. Ka into sigma V bar minus 2C root Ka into ഇത്രയും സ്ഥലത്ത് വെള്ളമുണ്ട്. therefore we have to add it again. ഓക്കെ, ഇത് ഞാൻ മൊത്തം ഡിസ്ക്രൈബ് ചെയ്ത് എഴുതിയ സംഭവമാണ്. ഇപ്പൊ 72 ആണ് ഇവിടുത്തെ സിഗ്മ V ബാർ. Ka ഇവിടെ 1 ആണ്, അതുകൊണ്ടാണ് 72 തന്നെ. 1 into 72 minus 2C. 2C എന്ന് പറയുന്നത് 2 into 35 into 1 again 70 തന്നെ plus gamma W 10 into 6 60. ഓക്കെ, which is equal to 62. ഇതല്ല നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം? Q0 സർചാർജിനൊപ്പം ഗാമ സാറ്റ് ഇൻറ്റു H എന്നങ്ങ് എഴുതി -2C ചെയ്താലും സെയിം ഉത്തരം കിട്ടും. എങ്ങനെ കിട്ടും? Q0 30
പ്ലസ് ഗാമ സാറ്റ് ഇവിടെ എന്തോ 17 into 6 minus 2 into 35. 30 പ്ലസ് 17 into 6 102 minus 70 which is equal to something 62 വരുമോ? 62 വരും. 30 plus 102 minus 70. Yeah, 62 ഇതും വരും. നോക്ക സെയിം ഉത്തരം തന്നെ കിട്ടി രണ്ടും. നിങ്ങൾക്ക് ഇത് മനസ്സിലായി? ഡിഫറൻസ് മനസ്സിലായി? രണ്ട് രീതി ചെയ്താലും ഒരേ ഉത്തരം വന്നത് മനസ്സിലായോ? ഒന്ന് നമ്മൾ എല്ലാം ഡിസ്ക്രൈബ് ചെയ്ത് ചെയ്താലും ഈ വെള്ളവും ഈ എഫക്റ്റീവും കൂടെ ചേരുമ്പോൾ ടോട്ടൽ ആകും. ആ ടോട്ടലാണ് നമ്മുടെ ഗാമ സാറ്റ്. ആ ടോട്ടലാണ് നമ്മളുടെ ഗാമ സാറ്റ്. ഓക്കെ, ആ ഡിഫറൻസ് ഒന്ന് നോട്ട് ചെയ്യണേ. അങ്ങനെ ചെയ്താൽ നമുക്ക് 62 കിട്ടി. സോ ഇതിന്റെ പ്രഷർ ഡയഗ്രാം വരയ്ക്കുമ്പോൾ -40 ആ ഒരു 2 നമ്മുടെ ക്രാക്ക് എന്ന് പറയുന്നത് 2.36 അവിടെ വരുമ്പോൾ 0, ഇവിടെ വന്ന് 62. നിങ്ങൾ ഇനി ആ പോയിന്റിന്റെ കാര്യം ഓർത്തില്ലെങ്കിൽ ഇത് -40യും ഇവിടെ 62 അവർ രണ്ടും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ ഏതോ ഒരിടത്ത് 0 വന്നില്ലേ, അതാണ് നമ്മുടെ ഡെപ്ത് ഓഫ് ടെൻഷൻ ക്രാക്ക്. ഓക്കെ, അപ്പൊ അത് ആണ് 2.36. ഇനി നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? ആഫ്റ്റർ ക്രാക്ക് ഫോർമേഷനാ. സോ ആഫ്റ്റർ ക്രാക്ക് ഫോർമേഷൻ ആകുമ്പോൾ ഇത് മാത്രം മതി, താഴത്തെ മാത്രം മതി. 1/2 into 62 into ബാക്കി വരുന്ന ഹൈറ്റ്. പോയിന്റ് ഓഫ് ആക്ഷൻ എന്താ? ഇതിന്റെ 1/3, ഇതിന്റെ 1/3. സോ ഈ പ്രോബ്ലം നന്നായി മനസ്സിലായോ നിങ്ങൾക്ക്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എല്ലാവർക്കും മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ഒന്നുകൂടെ വേഗം ഒന്ന് പറയാൻ. കാരണം ഇത് നിങ്ങളുടെ അസൈൻമെന്റിലും ഉണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലും ഉണ്ട്. സോ ടീച്ചർ ഇത്രയും കട്ടിയായിട്ടുള്ളത് ചോദിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നല്ല കാര്യം, കാരണം നിങ്ങൾ അത്രയും കൂടെ യൂണിവേഴ്സിറ്റിക്ക് നന്നായി പഠിക്കും. ഓക്കെ, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഏതെങ്കിലും പോയിന്റ് ഡൗട്ട് ഉണ്ടോ? അതോ ഇനി മൊത്തത്തിൽ ഒന്നുകൂടെ പറയണമെന്ന് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒന്നുമില്ല, ഞാൻ ഇനീഷ്യലി പറഞ്ഞ സമ്മറി ഒന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, എന്നിട്ട് നിങ്ങൾ പ്രോബ്ലം. അപ്പൊ അതായത് സർചാർജ് വന്നു കഴിഞ്ഞാൽ Q0 സിഗ്മയുടെ കൂടെ കൂട്ടണം. വെള്ളം വന്നു കഴിഞ്ഞാൽ എക്സ്ട്രാ വെള്ളത്തിന്റെ ടേം ആഡ് ചെയ്യണം. നിങ്ങൾക്ക് ഇനി ഗാമാസാറ്റ് എടുക്കുന്ന ഡൗട്ട് ഉണ്ടെങ്കിൽ രണ്ടായിട്ട് തന്നെ ചെയ്തോ, ഉത്തരം സെയിം കിട്ടിക്കോളും. നിങ്ങൾ ഗാമാസാറ്റിന്റെ കാര്യം പഠിച്ചില്ലെങ്കിൽ രണ്ടായിട്ട് അങ്ങ് ചെയ്തു പോയാൽ മതി. ഇതുവരെ ചെയ്ത പോലെ സബ്മേർജ്ഡ് എടുക്കുന്നു, എവിടൊക്കെ വെള്ളം വരുന്നു അത് എക്സ്ട്രാ ആഡ് ചെയ്യുന്നു. ആ രീതി പഠിച്ചു പോയാലും കുഴപ്പമില്ല. അങ്ങനെ ചെയ്തതാണ് ഈ പ്രോബ്ലം, മൊത്തത്തിൽ അങ്ങനെ ചെയ്തത്. അപ്പൊ അങ്ങനെ ചെയ്താലും ഗാമാസാറ്റ് ചെയ്താലും ഒരേപോലെ വരുന്നു എന്നുള്ളതേ ഉള്ളൂ, അല്ലാണ്ട് വ്യത്യാസമില്ല. ഇനി അടുത്ത നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് എ ക്രിട്ടിക്കൽ ഡെപ്ത് ഓഫ് വെർട്ടിക്കൽ എക്സ്കവേഷൻ in a purely cohesive soil? What does that mean? Phi is equal to 0 with unconfined compressive strength 140. Unconfined compressive strength എന്ന് പറഞ്ഞാൽ എന്താ? QU is equal to 140. Then what will be our C? GB, what will be our C then? If QU is equal to 140, what will be C? C എന്താ? ദേവിക, ഓ ആരൊക്കെയോ പോയല്ലോ. ജിബി ഇല്ല, അനഘ ഓൾറെഡി ഇല്ല. നേരെ പോയ ദേവിക പറഞ്ഞേ, വാട്ട് വിൽ ബി ദ വാല്യൂ സി ദെൻ? എടാ QU തന്നു കഴിഞ്ഞാൽ സിയുടെ വാല്യൂ എന്തുവാ? മിണ്ടാതിരിക്കല്ലേ, അറിയത്തില്ലെങ്കിൽ ഒന്ന് തുറന്നിട്ട് അറിയത്തില്ലെന്നൊന്ന് പറയൂ. ജിബി, അനുശ്രീ, ഞാൻ റെക്കോർഡ് ക്ലാസ് കണ്ടോളാം. ഇത് എനിക്ക് പകുതിക്ക് വെച്ചിട്ട് കേറിയോണ്ട്. ഓക്കെ, ഇതുണ്ടല്ലേ. അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത്. ഇൻ കേസ് നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല, എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കണം കേട്ടോ. രാവിലെ വല്ലോ ഞാൻ എക്സ്ട്രാ ക്ലാസ് എടുത്തു തരാം. സോ QU അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത് തന്നു കഴിഞ്ഞാൽ സിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ അതിന്റെ പകുതി, 140യുടെ പകുതി. സോ 70 kPa.
ഓക്കെ, അൺകൺഫൈൻഡ് കംപ്രസ് ചെയ്യുന്ന അതിന്റെ പകുതിയാണ് നമ്മുടെ സിയുടെ വാല്യൂ. നൗ സാച്ചുറേറ്റഡ് ആണ് തന്നിരിക്കുന്ന ഗാമ സാറ്റ് ഈസ് ഈക്വൽ ടു 18 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. അപ്പൊ ചോദ്യം എന്താ, വാട്ട് ഈസ് എ ക്രിട്ടിക്കൽ ഡെപ്ത്? ക്രിട്ടിക്കൽ ഡെപ്ത് 5 ആണ് എങ്കിൽ ക്രിട്ടിക്കൽ ഡെപ്ത് എന്ന് പറയുന്നത് എന്താ, നമ്മുടെ ഇസഡ്സിയുടെ ഫോർമുല എന്താ, 2c ബൈ റൂട്ട് കെ ഇൻറ്റു ഗാമയാ. റൂട്ട് കെ ഇൻറ്റു ഗാമ, അതിൽ റൂട്ട് കെ 1 ആവും, പിന്നെ ഗാമ. ഈ ഗാമ സാറ്റ് തന്നെ നിങ്ങൾക്ക് എടുക്കാം, കാരണം നമ്മൾ ഡിറൈവ് ചെയ്ത് വരുമ്പോൾ അങ്ങനെ തന്നെ വരത്തുള്ളൂ. 2c ബൈ ഗാമ സാറ്റ് തന്നെ എടുക്കാം. അത് ഞാനില്ല സമ്മറിക്കകത്ത് പറഞ്ഞായിരുന്നു. 2 ഇൻറ്റു c is 70 by gamma sat is 18. Okay, 2 into 70 divided by 18. Your answer will be 7.78. 7.78. Okay, 7.78. ഒരു മിനിറ്റ്, ചോദ്യം എന്തുവായിരുന്നു? ഓക്കെ, ക്രിട്ടിക്കൽ ടെൻഷൻ ക്രാക്ക് അല്ല ചോദ്യം എന്ന് പറയുന്നത്, ക്രിട്ടിക്കൽ ഡെപ്ത് ഓഫ് വെർട്ടിക്കൽ എക്സ്കവേഷൻ. ഓക്കെ, ക്രിട്ടിക്കൽ ഡെപ്ത് ഓഫ് വെർട്ടിക്കൽ എക്സ്കവേഷൻ. സി, ടെൻഷൻ ക്രാക്കിന്റെ ഡെപ്ത് ചോദിച്ചു കഴിഞ്ഞാൽ ആണ് 2c ബൈ ഗാമ സാറ്റ്. അതേസമയം എക്സ്കവേഷന്റെ ആണെങ്കിൽ ഇതിന്റെ ഡബിൾ എടുക്കണം, 4c ബൈ ഗാമ സാറ്റ്. ഓക്കെ, 4c ബൈ ഗാമ സാറ്റ്. ക്രിട്ടിക്കൽ ഡെപ്ത് ഓഫ് വെർട്ടിക്കൽ എക്സ്കവേഷൻ, അതായത് നമുക്ക് എത്ര മാത്രം കുഴിക്കാന്ന് പറയുമ്പോഴത്തേക്ക് പ്രഷർ 0 ആയത് മാത്രമല്ല, അതിന്റെ ഓപ്പോസിറ്റ് വരുന്നേ അത്രയും കൂടെ നമ്മൾ എടുക്കാം. ഓക്കെ, അത് കൈൻഡ്സ് ഓഫ് ഫോഴ്സ് 0 ആവും. അപ്പം പ്രഷർ 0 ആയതാണ് ടെൻഷൻ ക്രാക്കും, ഫോഴ്സ് 0 ആകുന്നത്, ഫോഴ്സ് 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവും അത്രയും തന്നെ പോസിറ്റീവ്. അപ്പൊ ഇതിന്റെ ഡബിൾ, ഇസഡ്സിയുടെ ഡബിൾ, അതായത് 7.77ന്റെ ഡബിൾ വരും. ഉത്തരം വരുന്ന എത്ര, 15.56. 15.56 ഇതാണ് ഉത്തരം. ഇത് ഞാൻ ഷെയർ ചെയ്യാം, ഇതാണ് ഉത്തരം. ഓക്കെ, ഈ ഒരു പ്രോബ്ലം കൂടെ ഇന്ന് എനിക്ക് ഡിസ്കസ് ചെയ്യണമായിരുന്നു. 8 മിനിറ്റ്സും കൂടെ ഉള്ളു. വേഗം ഞാനൊന്ന് പറയാം, ഒന്ന് ശ്രദ്ധിച്ചിരുന്നോണേ. സോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 φ. ഈ ക്വസ്റ്റിന്റെ പ്രത്യേകത എന്താ, 2 φ ഉണ്ട്, 2 φ. ഓക്കെ, സോ 2 φ. ഗാമ തന്നിട്ടുണ്ട്, വെള്ളമില്ല, വെള്ളം എങ്ങും തന്നിട്ടില്ല, ഗാമ തന്നിട്ടുണ്ട്, ബാക്കിയെല്ലാം എളുപ്പമാണ്. സോ ഇതിന്റെ ഗാമ എന്തായാലും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അത് കണ്ടുപിടിക്കേണ്ട. കെ എ ആദ്യം കണ്ടുപിടിക്കുക. ഫസ്റ്റ് ലെയറിൻ്റെത്, സെക്കൻഡ് ലെയറിൻ്റെത് കെ എ കണ്ടുപിടിച്ചു. 1 - sin 30 by 1 + sin 30. രണ്ടാമത്തെ 28 ആകുമ്പോൾ 1 - sin 28 by 1 + sin 28. എന്നിട്ട് എന്ത് ചെയ്യണം, ഓരോ പോയിന്റുകൾ എഴുതുക. അപ്പൊ ഞാൻ പറയുന്ന ഓർഡറിൽ തന്നെ സ്റ്റെപ്പ് എഴുതുക. ഫസ്റ്റ് കെ എ അല്ലെങ്കിൽ കെ പി കണ്ടുപിടിക്കുക, ദെൻ ഗാമ ഇല്ലെങ്കിൽ ഗാമ സെറ്റ് ആക്കുക, ദെൻ ഇതേപോലെ ലെയർഡ് സോയിൽ ആണെങ്കിൽ എ എ, ബി ബി, ബി ഡാഷ്, ദെൻ സി സി പോയിന്റുകൾ എഴുതുക. എ സർചാർജ് ഉണ്ടോ? ഇല്ല. therefore സിഗ്മ വി ബാർ എന്തായി മാറും? 0. സർചാർജ് ഇല്ല. ഓക്കെ, ദെൻ സിഗ്മ എച്ച് എന്താ? 0. ഇവിടെ ഇപ്പം ക്വസ്റ്റ്യൻലെസ് സോയിൽ. ചോദ്യം ഒന്നുകൂടെ നോക്കിയേ. 7a, a wall of 8 meter height and contains a non-cohesive സോയിൽ. ക്വസ്റ്റ്യൻലെസ് സോയിൽ ആണെങ്കിൽ എളുപ്പമായിരിക്കും. നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അത് ചെയ്യാൻ പോകുന്നതായിരിക്കും നല്ലത് കേട്ടോ. ക്വസ്റ്റ്യൻലെസ് സോയിൽ, ടോപ്പ് 3 meter സോയിൽ, ഗാമ തന്നിട്ടുണ്ട് 530. രണ്ടാമത്തതിൻ്റെത് 17.5, 28. അതിന്റെ പടം ഞാനിവിടെ വരച്ചു വെച്ചേക്കുന്നത്. ഓക്കെ, 18ഉം 17.5ഉം. ഓക്കെ, അപ്പൊ ബി ബി ആകുമ്പോഴത്തേക്ക് എന്ത് വരും? സിഗ്മ വി ബാർ. വെള്ളവും ഇല്ല, ആര് പറയും? നിലേഷ് എന്ന് പറഞ്ഞേ. ബി ബി സിഗ്മ വി ബാർ എന്ത് കിട്ടും ബി ബിയില്? ത്രീ ഇൻറ്റു 18. വെള്ളമൊന്നുമില്ല, അതുകൊണ്ട് കുഴപ്പമില്ല, അത് തന്നെ എടുക്കാം. സിഗ്മ എച്ച് ആവുമ്പം ബി ബിയില് നിലേഷ് തന്നെ പറഞ്ഞോ. അടുത്ത അനഘ പറയണേ. അടുത്ത ബി ഡാഷിന് അനഘ പറയണം. നിലേഷ് പറഞ്ഞ സിഗ്മ എച്ച് എന്ത് കിട്ടും? കെ പി ആണ്. കെ എ 1. കെ 1 ഇൻറ്റു 3 into 18. ഓക്കെ, ഇതിന് ഉത്തരം ഒന്ന് കണ്ടുപിടിച്ച് വെക്കണം വേഗം. ബി ഡാഷ് എന്ന് പറയുമ്പം അനഘ 3 into 18 തന്നെ. വാട്ട് വിൽ ബി സിഗ്മ എച്ച്? K2 into K2 into, അതായത് 3 into 18 തന്നെ.
3 into 18 തന്നെ. ഇതിനൊരു വ്യത്യാസമില്ല. ഒരു ലെയറിന്റെ അപ്പുറം ഇപ്പുറം ആണെങ്കിൽ സിഗ്മ വിക്ക് വ്യത്യാസമില്ല, പക്ഷെ കെ ആണ് വ്യത്യാസം. Then what will be CC? സ്വാതി. 18 into 3 ഉം. plus 17.5 into 5. into 5. വെള്ളം ഒന്നുമില്ല, അതുകൊണ്ട് അത് തന്നെ. ഓക്കെ, ഇനി ഇതോ, ഇതും കൂടെ ഒന്ന് പറഞ്ഞ K2 into ഇത് തന്നെ അല്ലേ? 3 into 18 plus 17.5 into 5. ഓക്കെ, ഒരു വാല്യൂ കിട്ടും. 4 മിനിറ്റ്സും കൂടെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ വേഗം പറയുന്നത്. ഇപ്പം ഇത്രയും കിട്ടിയല്ലോ. നിങ്ങൾക്ക് ഇനി പ്രഷർ ഡയഗ്രാം വരയ്ക്കാം. പ്രഷർ ഡയഗ്രാം വരയ്ക്കുന്നത് എങ്ങനെയാ? മുകളിൽ 0, എയുടെ അവിടെ ഒന്നും ഇല്ല. പിന്നെ ഇവിടെ ഒരു വാല്യൂ നിങ്ങൾക്ക് കിട്ടും, പിന്നെ ഇവിടെ ഒരു വാല്യൂ കിട്ടും, ഇവിടെ ഒരു വാല്യൂ കിട്ടും. അപ്പൊ അത് ചേർത്ത് BBയുടെ അവിടെ തന്നെ, BBയുടെ അവിടെ തന്നെ. ഇപ്പൊ K1നേക്കാൾ K2 വലുതാണോ ചെറുതാണോ? വലുതാ. അപ്പൊ നിങ്ങൾക്ക് ആദ്യം 0 K1 into ഒരു വാല്യൂ ചെയ്തപ്പോൾ ഇത്രയും, അടുത്ത് K2 അവിടെ തന്നെ വലിയ വാല്യൂ ആ. അപ്പൊ അത് അങ്ങോട്ട് പോകും, അങ്ങോട്ട് പോയി പിന്നെ അവസാനം ഇങ്ങനെ വരും. അപ്പൊ ഇങ്ങനെ ഒരു ഡയഗ്രാം ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഒന്ന് കംപ്ലീറ്റ് ആക്കാൻ ശ്രമിക്കുക. ദെൻ നിങ്ങൾക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യാം? ദാ ഇങ്ങനെയോ ഇങ്ങനെ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് എളുപ്പമാർഗം വേറെ ഇല്ല. ഓക്കെ, അപ്പോൾ 1, 2, 3, 4 ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഏരിയകൾ കണ്ടുപിടിക്കുന്നു. ദെൻ ഇപ്പൊ ഇവിടെ ഇത്രയുമാണ് ഒരു വാല്യൂ, അടുത്ത തന്നെ തൊട്ട് വലിയ വാല്യൂ ഇവിടെ തന്നെ വരും. ദെൻ ഇവിടെ. ഓക്കെ, നിങ്ങൾക്ക് ടോട്ടൽ വാല്യൂ ആണ് ഈ കാൽക്കുലേഷനിൽ നിന്ന് കിട്ടുന്നത്. 2ഉം 3ഉം കൂടെ ഒരുമിച്ച് എടുക്കാം അല്ലേ? അതാണെന്ന് പറയാൻ വന്നേ ആരോ? 2ഉം 3ഉം കൂടെ ഒരുമിച്ച് എടുക്കാം. സോ ദിസ് വിൽ ബി 2, ദിസ് വിൽ ബി 3. ഓക്കെ, കറക്റ്റ് അല്ലേ? 2ഉം 3ഉം ഒരുമിച്ച് എടുക്കാം. അപ്പൊ അത്രയും ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് സംഭവം കിട്ടും. P is equal to P1 plus P2 plus P3. Then sigma bar എന്ന് പറയുമ്പോൾ P1 into മുകളിലത്തെ 3ഉം താഴെ 5ഉം. അപ്പൊ P1 into എന്ത് വാല്യൂ ആണെന്ന് പറഞ്ഞേ ദേവിക? P1 into എന്ത് വാല്യൂ വരും? ഫൈവ് പ്ലസ് 3/3. മനസ്സിലായി? അത് ഇങ്ങനെ താഴേന്നും എടുക്കണം. 5 പ്ലസ് ഇതിന്റെ 1/3, അപ്പൊ 3/3 പ്ലസ് P2 into 5/2 പ്ലസ് P3 into 5/3 ബൈ ടോട്ടൽ P. ഓക്കെ, അപ്പൊ ലേഡ് സോയിൽ കിട്ടിക്കഴിഞ്ഞാൽ വലിയ കോംപ്ലിക്കേഷൻ ഇല്ലെങ്കിൽ അത് ചെയ്യാൻ എളുപ്പമാണ്. അപ്പൊ ചോദ്യങ്ങൾ നിങ്ങൾ നോക്കണം, ഏതൊക്കെ കണ്ടീഷനാ നിങ്ങൾക്ക് അറിയാവുന്ന ഏരിയ ആണോ അല്ലയോ എന്നുള്ളത് നോക്കി വേണം എടുക്കാൻ. സോ വേഗം വേഗം ചെയ്യണം, കാരണം നിങ്ങളുടെ ക്വസ്റ്റ്യൻ കുറേ ചെയ്യാനുണ്ടല്ല. അപ്പൊ അതെല്ലാം വേഗം വേഗം ചെയ്യണം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇസഡ് ബാറും കിട്ടും. ഓക്കെ, അപ്പൊ ഐ തിങ്ക് ഞാൻ ഓൾമോസ്റ്റ് എല്ലാം ടച്ച് ചെയ്തു. ഏതാ നിങ്ങളുടെ ഇതില് ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു, ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു, ദെൻ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. ഓക്കെ, അപ്പൊ ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തു. ബാക്കിയുള്ള എല്ലാം തിയറി ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ ബാക്കി നമ്മൾ ഇപ്പം ഡിസ്കസ് ചെയ്യാത്തതെല്ലാം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അയച്ചു തരാം. നിങ്ങൾക്ക് അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. സോ അത്രേ ഉള്ളൂ. ഓക്കെ, ഞാൻ വൈൻഡ് അപ്പ് ചെയ്യട്ടെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇന്ന് പ്രത്യേകം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും സ്ഥലം ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒരു 1 മിനിറ്റ് ഉണ്ട്. നാളെ തൊട്ട് ഫൗണ്ടേഷനെ എടുക്കത്തുള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പം ചോദിക്കാം.